എന്തൊക്കെയായിരുന്നു എക്സാം ഹാളിൽ കയറുന്നതിന് 2 സെക്കൻഡ് മുമ്പ് വരെ നീ എന്നോട് പറഞ്ഞല്ലേ ഞാനൊന്നും പഠിച്ചിട്ടില്ല, മിക്കവാറും തോക്കും, മറ്റേത് മറിച്ചത്. എന്റെ പൊന്നോ, ഇനി അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയി. പറ്റിയതല്ല പറ്റിച്ചതാ നീ എന്നെ. എന്റെ ചങ്ങിന്റെ ചങ്കായി കൂടെ കൊണ്ട് നടന്നത് ഒരു ഹിഡൻ പഠിപ്പിയാണെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. ഓ, സെന്റിമെന്റൽ അപ്രോച്ച്. എന്നാലും നീ എന്നോട് ഇത്രയും വേണ്ടായിരുന്നു. അയ്യോ, ഞാൻ തന്നെ വെട്ടവും കുത്തൊന്നും ചെയ്തില്ലല്ലോ. എക്സാമിന് ചെറുതായിട്ടൊന്നും ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. നീ എന്നെ വെട്ടോ കുത്തൊന്നും ചെയ്തില്ല, പക്ഷെ ഞാനിപ്പോ മുറിവേറ്റ സിംഹത്തെ പോലെയാണ്. നീ മുറിവേറ്റ സിംഹമല്ല, മൂട്ടേടിയേറ്റ സിംഹം. അതെത്ര ചോദിച്ചില്. നീ പഠിക്കാത്ത എന്റെ കുഴപ്പമാണോ? ചെവിക്ക് ഇത്രയാണ് സൗകര്യം തരൂ. ഞാൻ എങ്ങനെ നിനക്ക് സൗകര്യം തരും? ഞാനൊന്ന് പഠിക്കായിരിക്കുമ്പോ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പരദൂഷണം പറയുന്ന നീ 6 വിഷയത്തിൽ 6 എണ്ണവും ജയിച്ചു. എന്നാൽ ഞാൻ 6 വിഷയത്തിൽ 5 എണ്ണവും തോറ്റു. ആ പാട് ഒരെണ്ണം മാത്രം ജയിച്ചു. അതിന്റെ അപ്പത്തിരുന്ന ആ കരുണേറിയ മനുഷ്യന്റെ കരുണ കൊണ്ട് മാത്രം. വെളവും വെള്ളിയാഴ്ചയില്ലാത്തോളായിട്ട് നിനക്ക് ഒരു വിഷയം ഇങ്ങനെ കിട്ടിയില്ലേ? ആ സ്ഥിതിക്ക് നീ ഇവിടെ കിടന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഓ, ഇനിയിപ്പോ നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. നീ അന്താരാഷ്ട്ര പഠിപ്പാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞാൻ നിന്നെ പരീക്ഷ സമയത്ത് വിളിക്കില്ല. ഇനി എങ്ങനെ കുറച്ചേരം മിണ്ടായിരിക്കാവോ? എന്റെ ചെവിയുടെ ആ പിളകിയിരിക്കുക. നിർത്തുവാ. ഇനി ഞാൻ നിന്നോട് ഒരു കാര്യം പോലും പറയാൻ വേണ്ടി വരില്ല. ഒട്ടയടാ കൂടെ